Hi viewers, welcome to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ചെടിയാണ് ആകാശവെള്ളരി. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. മുകളിലേക്ക് പടർന്നു പോകുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ആകാശവെള്ളരി എന്ന പേര് കിട്ടിയത്. പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. പെട്ടെന്ന് ഷുഗർ കുറയാനും ഇതിനെ സഹായിക്കുന്നു. ഇതിൻ്റെ പൂവ് ഏകദേശം നമ്മൾ കാണുന്ന പാഷൻ ഫ്രൂട്ടിൻ്റേതുപോലെ സമാനമാണ് ഇതിൻ്റെ പൂക്കൾ. കായ്കൾ ഇത് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് പച്ചക്കറിയും തോരൻ എന്നിവ ഉണ്ടാക്കാൻ വളരെ ഉത്തമമാണ്. മൂത്ത് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു പിങ്ക് നിറവും നല്ല മണവുമുള്ള ഒരു കായാണ് ഉണ്ടാവുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ നമുക്കത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. ഏകദേശം അതിൻ്റെ പൾപ്പ് പാഷൻ ഫ്രൂട്ടിനോട് സമാനമായ ടേസ്റ്റാണുള്ളത്. പാഷൻ ഫ്രൂട്ടും ഈ ആകാശവെള്ളരിയും നമ്മൾ ഒരുമിച്ച് ഒരു തടത്തിൽ വളർത്തിയാൽ, ഒരു പന്തലിലേക്ക് പടർത്തിയാൽ കായ്ഫലം കൂടുതൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് ഏകദേശം ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ 200 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൈകൾ മുളപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിത്താണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പരാഗണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഒരു ബീയുടെ കൂട്, ചെറുതേൻ്റെ കൂട് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കായ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കായ് ചെറുതായിരിക്കുമ്പോൾ ഇളം പച്ച നിറവും പഴുത്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓറഞ്ച് നിറമായിരിക്കും. ഇതിൻ്റെ പൾപ്പിന് പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും കാമ്പിന് വെള്ളരിയുടെ ടേസ്റ്റുമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.